ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് നമ്മൾ ആ തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാൻ 2 ചെറിയ പീസ് എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് ചതയ്ക്കണമെങ്കിൽ ഒന്ന് ചതച്ച് മിക്സിയിലിട്ട് ചതയ്ക്കണം, അല്ലെങ്കിൽ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ നല്ലതായി തോന്നിയത് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ മുഴുവനായി തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിത് മുഴുവനായി തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷാമ്പു, ഞാൻ ചെറിയൊരു പാക്കറ്റ് ഷാമ്പു, നമുക്ക് ₹1 കിട്ടുന്ന പാക്കറ്റ് ഷാമ്പു ഉണ്ടല്ലോ, അത് ഫുള്ളായി തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏതാണെന്നുണ്ടെങ്കിലും എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പാക്കറ്റ് ഷാമ്പു തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഷാമ്പു ആണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഷാമ്പു നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒരല്പം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ ഷാമ്പുവും ഈ ഒരു ഇഞ്ചിയുടെ ഇതും കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ അതേ സ്ഥാനത്ത് ഈ നമ്മൾ ഇടികല്ലിലിട്ടൊക്കെ ഇടിച്ചിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ഈ ഒരു ചെറിയൊരു ബൗളിൽ ഫുള്ളായി തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു വെള്ളത്തിൽ ഇഞ്ചിയുടെ നീര് മുഴുവനായിട്ട് കിട്ടാനും ഇത് ശരിക്കും നന്നായി ഒന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് കുപ്പി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ മുട്ടുസൂചി പോലെ ഒന്ന് മുട്ടുസൂചിനെ ജസ്റ്റ് ചൂടാക്കിയിട്ട് ചെറിയ ഹോളാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലിൻ്റെ ഉപയോഗം നമുക്ക് ആ ഒരു ബോട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നും അല്ല എടുക്കുന്നത്, നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുണ്ടല്ലോ അത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇത് നമ്മൾ ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു അളവിനെ കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തപ്പോൾ പകുതിയോളം തന്നെ താഴേക്ക് പോയി. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അതിനെയും വേസ്റ്റ് ആക്കുന്നൊന്നുമില്ല. നമ്മളിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളതിനൊന്ന് മുറുക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ട്, പേപ്പർ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ ഒരു ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം താഴെ പോയതുകൊണ്ട് അത് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഒന്ന് നനച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഏറ്റവും വലിയ ശല്യമാണ് പാറ്റയുടെ. ഈ ഒരു പാറ്റ ചെറിയ പാറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ്. കൗണ്ടർ ടോപ്പിലും അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും പിന്നെ ബാത്റൂമിൻ്റെ സ്ലീവിൽ കൂടെയും വാഷ് ബേസിൻ്റെ സ്ലീവിൽ കൂടെയൊക്കെ നമുക്ക് സിങ്കിൻ്റെ സ്ലീവിൽ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു പാറ്റയുടെ ശല്യം നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ശല്യം ഒഴിവാക്കാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ, പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി. ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോ കാണിക്കാനും പറയാനും വിട്ടുപോയതാണ്. വിനാഗിരിയും കൂടെ നമ്മളിതിലേക്ക് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ഓരോ സ്ഥലത്ത് എവിടെയൊക്കെയാണോ കബോർഡിനകത്തൊക്കെയാണ് അധികം നമുക്ക് ഈ ഒരു പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത്. ഇത് പാത്രങ്ങൾ വെച്ചിരിക്കുന്ന എവിടെയാണെങ്കിലും നമ്മൾ ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ശല്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. ആ ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്നതിൻ്റെ ചുറ്റും നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാറ്റനെ ഫുള്ളായി തന്നെ നമുക്ക് തുരത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് പാറ്റനെ തുരത്താനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാനിത് പാത്രം കഴുകുന്ന സോപ്പുണ്ടല്ലോ, വിം ബാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു സോപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് അളവ് പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ
ഇതിനിതുപോലൊന്ന് ഒരു നമ്മൾ യൂസ് ചെയ്യാത്തൊരു പഴയ പാത്രത്തിൽ, ഇപ്പോൾ ഞാൻ ആ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സാധനങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഈ പാറ്റ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പം ഇനി നമ്മളതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നമ്മൾ ഈ ബേക്കിംഗ് സോഡ എടുത്ത് അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ എടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൊടി നമ്മൾ ഓരോ പാറ്റയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അവിടെ വൃത്തിയാക്കുന്ന പണിയും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത വല്ല പാത്രങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് ഈ പൊടി ഇങ്ങനെ ഇട്ടിട്ട് അവിടെ നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ പ്ലേറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു പൊടി നമ്മൾ വെച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ അതിൽ പഞ്ചസാരയുടെ ഇതൊക്കെ ഉള്ളത് കാരണം ഉറുമ്പാണെന്നുണ്ടെങ്കിലും എന്ത് വന്നത് കഴിക്കണമെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാത്രി സമയത്ത് നമ്മളിതുപോലെ ഈ ഒരു കബോർഡിനകത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുക. ഡൈനിങ് ടേബിളിൽ, കൗണ്ടർ ടോപ്പിൽ, പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ സ്ലീവിൽ, വാഷ് ബേസിൻ്റെ, ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കേണ്ട കാര്യം തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പാറ്റയുടെ ശല്യം അതുപോലെ പല്ലിയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ നമ്മൾ പറിച്ചു, കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ, നമ്മൾ ഫ്രിഡ്ജൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രഷായി സൂക്ഷിക്കാനായിട്ട് നമുക്കിതുപോലെ ഗ്ലാസ്സിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തണ്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാതെ പുറത്ത് തന്നെ നമുക്ക് ഫ്രഷായി സൂക്ഷിക്കാം. ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം പുറത്ത് നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് മുതിര എടുത്തിട്ടുണ്ട്. ഈ ഒരു മുതിരനെ നമ്മൾ അതിന് കല്ലെല്ലാം അരിച്ച് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം, നോർമലായിട്ട് ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാനും ഒക്കെ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് എടുക്കുന്ന ഈ ഒരു കുറച്ച് മുതിരയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ മുതിരയും അതുപോലെ തന്നെ ഇതിലെ ഉള്ള വെള്ളവും കൂടി നമ്മൾ എടുത്തിട്ട് ഒരു രസം, നമ്മൾ നോർമലായിട്ട് ഞാൻ രസത്തിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ലെവലിൽ തന്നെ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെള്ളം ചേർത്തിട്ട്, വെള്ളവും മുതിരയും ചേർത്തിട്ട് നമ്മൾ രസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ പല സ്ഥലങ്ങളിലും പല ടൈപ്പിലുള്ള പനികളും അതുപോലെ ജലദോഷവും കഫക്കെട്ടൊക്കെ വരുന്നുണ്ട്. അതിന് നമ്മൾ ഈ ഒരു മുതിര ഉള്ള നമ്മൾ മുതിര വേവിച്ച വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ രസം ഉണ്ടാക്കി അത് ചോറിലൊഴിച്ച് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കഫക്കെട്ടും പനിയും ഒക്കെ വരുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് മുതിര കേട്ടോ. ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു 4-5 ഈന്തപ്പഴം ഒരു 2 മണിക്കൂർ മുമ്പ് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഇതുപോലെ കിട്ടും. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം അതിനകത്തുള്ള സീഡ് മാറ്റിയിട്ട് നമ്മൾ അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ആപ്പിൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. സപ്പോട്ട ഉണ്ടെന്നുണ്ടെങ്കിലും അവക്കാഡോ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിൽ മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ്. അത് ഒരു നേന്ത്രപ്പഴമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ അതായത് നമ്മൾ കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പീനട്ടാണ്, അതായത് നിലക്കടലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതുപോലെ ഒരു സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഓട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഐസ് ക്യൂബ് ഇട്ടു. ഐസ് ക്യൂബ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ, ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയപ്പോൾ എടുത്തതാണ്. അതിനാണ് ഞാൻ ഐസ് ക്യൂബ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും, മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഗ്ലാസ് അളവിൽ പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി അതൊന്ന് അടിച്ചെടുക്കുക, നല്ല സ്മൂത്തി ആയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഈ സമയത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം.
നമ്മൾ കുറച്ച് നിലക്കടലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡ്രിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് അവർക്ക് കുടിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്തും ഇതുപോലെ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പിനൊക്കെ വളരെ നല്ലതുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണാം.